നമസ്കാരം. വിദേശവർഗ കാലികളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. വളരെയധികം വിദേശ ഇനത്തിൽപ്പെട്ട വിത്തുകാളുകളെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇറക്കുമതി ചെയ്ത് അതിൽ നിന്നുള്ള ബീജസങ്കലനം വഴി നമ്മുടെ നാട്ടിലെ കാലികളുടെ നിലവാരം മെച്ചപ്പെടുത്തി വരികയാണ്. അതിനാൽ വിദേശ കാലികളെപ്പറ്റി ചില വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും. ഒന്നാമത്തത് ജേഴ്സി പശുവാണ്. സാധാരണയായിട്ട് ഇളം ചുവപ്പ് നിറമാണ് ഈ ഇനം പശുക്കൾക്കുള്ളത്. എന്നാൽ കടും തവിട്ട് നിറവും കറുപ്പ് നിറവും വെള്ളയും മറ്റും നിറങ്ങളും ചേർന്നവയും കാണാനായിട്ട് സാധിക്കും. ജേഴ്സി പശുക്കൾക്ക് സാമാന്യം വലിപ്പം കുറഞ്ഞതും അധികം കൊഴുത്ത് തടിച്ചിരിക്കാത്തതുമാണ്. ഈ ഇനത്തിലുള്ള പശുക്കൾക്ക് 400 മുതൽ 500 കിലോഗ്രാം വരെ തൂക്കം വരും. കാളുകൾക്ക് 600 മുതൽ 800 കിലോഗ്രാം വരെ തൂക്കം കാണും. 4500 ലിറ്റർ വരെ ഒരാണ്ടിൽ ഒരു പശുവിൽ നിന്നും പാല് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ബ്രൗൺ സ്വിസ് പശുവാണ്. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സിൻ്റെ കിഴക്കും വടക്കുമാണ് ഈ വർഗം കാലികളുടെ ജന്മസ്ഥലം. തടിച്ചു കൊഴുത്ത അവയവങ്ങളും സാമാന്യം വലിപ്പമുള്ള ശരീരവുമാണ് ഈ ഇനത്തിനുള്ളത്. അകിട് അത്ര വികസിച്ചതായിട്ട് തോന്നുകയില്ലെങ്കിലും അവയുടെ ഘടന ശരീരത്തിനൊരു അഴകാണ്. ഒരു പ്രസവത്തിന് 5000 ലിറ്റർ വരെ പാല് തരുന്നതിനുള്ള കഴിവ് ഈ പശുവിനുണ്ട്. ഇനി അടുത്തത് ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ പശുവാണ്. യൂറോപ്പിൻ്റെ വടക്കു പടിഞ്ഞാറെ സമതല പ്രദേശത്ത് ഏകദേശം 2000 വർഷങ്ങളായി ഈ വർഗം പശുക്കൾ സംരക്ഷിക്കപ്പെട്ടു വരുന്നു. ഹോളണ്ടിൻ്റെ വടക്കു ഭാഗത്ത് ഫ്രീസ്ലൻഡ് എന്ന സ്ഥലത്താണ് ഇവയുടെ ഉത്ഭവം. പ്രായപൂർത്തി എത്തിയ ഈ ഇനം പശുക്കൾക്ക് 500 മുതൽ 800 വരെ കിലോഗ്രാം തൂക്കം വരും. വളരെയധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇനം പശുക്കളാണിത്. ഒരു കറവക്കാലത്ത് 6500 ലിറ്ററിൽ കൂടുതൽ പാല് ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് എയർഷെയർ പശുവിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. സ്കോട്ട്ലൻഡിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള എയർ എന്ന സ്ഥലമാണ് ഈ പശുക്കളുടെ ജന്മനാട്. ചുവപ്പും വെള്ളയും കലർന്ന നിറമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വൃത്താകൃതിയും വികസിച്ചതുമായ അകിട് ഇതിനുള്ള അലങ്കാരമായിട്ട് കാണപ്പെടുന്നു. 5000 ലിറ്റർ പാല് ഒരു കറവക്കാലത്ത് ലഭിക്കുന്നതാണ്. വിദേശത്തെ ഇന്ത്യൻ കാലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ കന്നുകാലികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചത് വിദേശ ഇനം കാലികളുടെ വരവോടെയാണെങ്കിൽ വിദേശത്തുള്ള കന്നുകാലികളുടെ രോഗ പ്രതിരോധ ശേഷിയും ശാരീരിക വളർച്ചയും കൂട്ടുവാനായിട്ട് ഇന്ത്യൻ കാലികളുടെ സഹായവും വേണ്ടി വന്നു. ഇന്ത്യൻ കാലികളുടെ രോഗ പ്രതിരോധ ശേഷി, ശാന്തപ്രകൃതം, ശാരീരിക ദൃഢത, ഉഷ്ണം ചെറുക്കുവാനുള്ള കഴിവ്, ബാഹ്യ പരാതങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി എന്നിവയാണ് വിദേശികൾ പ്രയോജനപ്പെടുത്തിയത്. യൂറോപ്പിലും തെക്കേ അമേരിക്കയിലും ഇന്ത്യൻ കാലികളെ സെബു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇവയെ ബ്രഹ്മ എന്നാണ് വിളിക്കുന്നത്. യൂറോപ്പ്, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യൻ ജനുസുകളെ കൊണ്ടുപോയത്. പാലുൽപാദനത്തിനും രോഗ പ്രതിരോധ ശേഷിക്കും ശാരീരിക വളർച്ചയ്ക്കും പേരുകേട്ട ഗിർ, സിന്ധി, സാഹിവാൾ എന്നിവയും നല്ല ശാരീരികക്ഷമതയും വളർച്ചയുമുള്ള ആന്ധ്രാപ്രദേശിലെ ഓംഗോൾ എന്ന ജനുസിനെയുമാണ് വിദേശികൾ കൊണ്ടുപോയത്. ബ്രഹ്മ കന്നുകാലികളുടെ വികസനത്തിനായി തെക്കേ അമേരിക്ക വൻ പദ്ധതി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. വളരെയേറെ യൂറോപ്യൻ ജനുസുകളുമായി ബ്രഹ്മ കാലികളെ ഇണചേർത്ത് തൃപ്തികരമായ ഇറച്ചിക്കാലികളെ വികസിപ്പിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തെക്കേ അമേരിക്കയിൽ സങ്കര പ്രജനനം വഴി നല്ല പണിക്കാളകളെയും ഇറച്ചിക്കാലികളെയും ഉൽപ്പാദിപ്പിച്ചു. ദക്ഷിണ ടെക്സാസിലെ കിങ് റാഞ്ചിൽ ബ്രഹ്മ വിത്ത് കാളകളെ ഷോർട്ട് ഹോൺ പശുക്കളുമായിട്ട് സങ്കരണം നടത്തി സാന്താഗർട്രൂഡിസ് എന്ന ഒരു പുതിയ ജനുസ് വികസിപ്പിച്ചെടുത്തു. ഇതിൽ 8ൽ 3 ഭാഗം ബ്രഹ്മയും 8ൽ 5 ഭാഗം ഷോർട്ട് ഹോണുമാണ്. വലിയ ഇറച്ചിക്കാലികളായ ഇവയ്ക്ക് പ്രായപൂർത്തിയായ പശുവിന് 720 കിലോഗ്രാം, പിന്നെ കാളയ്ക്ക് 900 കിലോഗ്രാമും ഒക്കെ തൂക്കമുണ്ട്. കൊമ്പുള്ളതും കടുത്ത ചുവപ്പ് നിറത്തോടു കൂടിയതുമായ ഇതിൻ്റെ ചെവി തൂങ്ങി നിൽക്കുന്നതുമാണ്. ഇനി പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഒന്നാമതായിട്ട് അതിൻ്റെ വർഗ്ഗഗുണം നോക്കണം. 2 അതിൻ്റെ ഉൽപ്പാദനക്ഷമത നോക്കണം. 3 അതിൻ്റെ പാരമ്പര്യം നോക്കണം. 4 പാലിൻ്റെ ഗുണം നോക്കണം. 5 പശുവിൻ്റെ സ്വഭാവം നോക്കണം.
6-മതായിട്ട് ശരീരഘടന നോക്കണം. 7-മതായിട്ട് അതിൻ്റെ ആരോഗ്യവും നോക്കണം. ഇതിൽ ഉൽപ്പാദനക്ഷമത അതെങ്ങനെ നോക്കാമെന്നുള്ളത് നോക്കാം. കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള പശുക്കളെ വാങ്ങാനായിട്ട് പോകുന്നവർ സാധിക്കുമെങ്കിൽ അടുപ്പിച്ച് 3 നേരം തുടർച്ചയായിട്ട് കറവ നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. കൂടുതൽ പാലുള്ളവ പൊതുവെ കൂടുതൽ ആദായകരമായിരിക്കും. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇനി അടുത്തത് പാരമ്പര്യമാണ്. പശുവിൻ്റെ ചരിത്രം പരിശോധിക്കണം. കൂടെ കൂടെ പ്രസവിക്കുന്ന പതിവുള്ളതാണോ, നേരത്തെ പ്രായപൂർത്തിയായതാണോ, ചെന പിടിക്കാൻ എളുപ്പമുള്ളതാണോ, ദൈർഘ്യമുള്ള കറവക്കാലമുള്ളവയാണോ എന്നിവ നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് പാലിൻ്റെ ഗുണം അതെങ്ങനെ നോക്കാമെന്നുള്ളതാണ്. പാലിൻ്റെ ഗുണമനുസരിച്ച് വില കൊടുക്കുന്ന സമ്പ്രദായം പ്രചരണത്തിലായതുകൊണ്ട് ഗുണമേന്മയുള്ള പാലുള്ള അത് നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി പശുവിൻ്റെ സ്വഭാവമാണ്. പശു ഉണക്കമുള്ളതും ശാന്ത സ്വഭാവമുള്ളതാണോ എന്ന് നോക്കിയാൽ മതി. ഇനി അടുത്തത് ശരീരഘടന. 2 പ്രാവശ്യത്തിലധികം പ്രസവിച്ചിട്ടില്ലാത്തതും അധികം പ്രായമില്ലാത്തവയും ആയിരിക്കണം. ഇനി ആരോഗ്യമാണ്. രോഗമില്ലാത്തവയാണോ എന്ന് പരിശോധിക്കണം. അകിട് വീക്കം വന്നിട്ടുള്ളവയാണോ എന്ന് നോക്കിയിരിക്കണം. കുളമ്പ് ദിനം പോലുള്ള രോഗം വന്നിട്ടുള്ളതാണോ എന്നറിയാനായിട്ട് പശുവിനെ നടത്തിയൊന്ന് നോക്കിയാലും മതി. നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന പശുക്കൾ അല്ലെങ്കിൽ കാലാവസ്ഥയും തീറ്റയുമായി പൊരുത്തപ്പെടാതെ പാല് കുറയാനും രോഗം വരാനും ഒക്കെ ഇടയാകും. പ്രസവിച്ച് അധികം മാസങ്ങൾ കഴിയാത്തവയായിരിക്കണം. ഇളം കറവയിലുള്ളവയായിരിക്കണം. പശുക്കുട്ടിയുള്ള പശു ആയിരുന്നതിനാൽ കൂടുതൽ നന്നായിരിക്കും. പശുവിൻ്റെ ആരോഗ്യം പോലെ പശുക്കുട്ടിയും ആരോഗ്യമുള്ളതാണോ എന്ന് നോക്കണം. തീർത്തും ആരോഗ്യമില്ലാത്ത കുട്ടികൾ മരണപ്പെടാനായിട്ട് സാധ്യത കൂടുതലാണ്. തിളങ്ങുന്ന കണ്ണുകളും ശ്രദ്ധയുള്ള ചെവികളുമായിരിക്കണം. കണ്ണിൽ കൂടി വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ലക്ഷണമല്ല. രോമം മിനുസമുള്ളതും ചർമ്മം അയവുള്ളതും മുടി കൊഴിച്ചിലും ചർമ്മരോഗങ്ങളും ഇല്ലാത്തവയുമായിരിക്കണം. ശരീരം മേനി കൊഴുപ്പുള്ളതായിരിക്കണം. എന്നാലും ശരീരം തടിച്ച് കൊഴുത്തതായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. കഴിക്കുന്ന ആഹാരം സ്വന്തം ശരീരപുഷ്ടിക്ക് വേണ്ടി അധികം ഉപയോഗപ്പെടുത്താതെ പാലിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതുമായിരിക്കണം. ഇങ്ങനെയുള്ള പശുക്കൾ അധികം തടിച്ചിരിക്കില്ല. നല്ലവണ്ണം തീറ്റയും വെള്ളവും എടുക്കുന്നതുമായിരിക്കണം. അകിട് വലുപ്പവും വിസ്താരമുള്ളതും മാർദ്ദവമുള്ളതും ശരീരത്തോട് ബലമായിട്ട് ഉറപ്പിച്ചിട്ടുള്ളതും കറവയ്ക്ക് ശേഷം ചുരുങ്ങുന്നതുമായിരിക്കണം. മുലക്കാമ്പുകൾ വലിപ്പമുള്ളതും അകന്നു നിൽക്കുന്നതും പിൻവശത്തു നിന്ന് നോക്കുമ്പോൾ ഒരേ ലെവലിൽ ഉള്ളതുമായിരിക്കണം. ഒരു ചുരയ്ക്ക് തന്നെ പാല് മുഴുവൻ തരുന്നതുമായിരിക്കണം. പാൽ ഞരമ്പുകൾ തടിച്ചതും വളഞ്ഞു പുളഞ്ഞും പല ശാഖകളോട് കൂടിയതുമായിരിക്കണം. ചാണകം കറുപ്പ് നിറത്തോട് കൂടിയതും കഫം പുരളാത്തതും അധികം അയവും മുറുക്കവും ഇല്ലാത്തതുമായിരിക്കണം. നടക്കുമ്പോൾ പിഴവില്ലാത്തതായിരിക്കണം. കറവ പശുക്കളിൽ സ്ത്രൈണ സ്വഭാവം മുന്നിട്ട് നിൽക്കണം. പശുവിൻ്റെ ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ പൂഞ്ഞിയിൽ നിന്ന് പിന്നിലേക്ക് വരും തോറും വീതി കൂടിയ ആഴമേറി ഒരു ദേഹമായിരിക്കണം. ഇത് കൂടുതൽ ആഹാരം കഴിക്കാനുള്ള കഴിവിനെയും കൂടുതൽ ഉൽപാദനക്ഷമതയും കാണിക്കുന്നു. ഇടുപ്പെല്ലുകൾ അകന്ന് വീതി കൂടിയ മുതുകുള്ള പശുക്കളുടെ ആന്തരിക ലൈംഗിക അവയവങ്ങൾ വലിപ്പം കൂടുതലുള്ളതായിരിക്കും. കുട്ടിയെ പ്രയാസം കൂടാതെ പ്രസവിക്കാനുള്ള കഴിവിനെ ഇത് കാണിക്കുന്നു. പശുവിൻ്റെ മുൻഭാഗത്ത് മുൻകാലുകൾ അകന്ന് നെഞ്ചിൻ്റെ വിസ്താരം കൂടിയിരിക്കുന്നത് ശ്വസനേന്ദ്രിയങ്ങളുടെ വലുപ്പത്തെയും ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യസ്ഥിതിയും പ്രദർശിപ്പിക്കുന്നു. ഇനി തൊഴുത്തിനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. വീട്ടിൽ നിന്നും കുറച്ച് അകലെ വെള്ളം വാർന്നു പോകാൻ സൗകര്യമുള്ളതും അല്പം ഉയർന്നതുമായ സ്ഥലമാണ് നല്ലത്. ശുദ്ധജല സ്രോതസ്സുകൾ ഒരിക്കലും വറ്റിപ്പോകരുത്. ചാണകവും മൂത്രവും മലിനീകരണം ഉണ്ടാകാത്ത രീതിയിൽ ശേഖരിച്ച് വയ്ക്കുവാനും ഉപയോഗപ്പെടുത്തുവാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. നല്ല വായു സഞ്ചാരവും തണലുമുള്ള സ്ഥലവും ആണ് നല്ലത്. പശുക്കൾക്ക് ആവശ്യമുള്ള തീറ്റപ്പുൽ കൃഷി ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. വ്യാവസായിക അടിസ്ഥാനത്തിൽ പശു വളർത്തൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കുപരി മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും അകലെയുള്ള സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത്. വൈദ്യുതി ലഭ്യമാക്കണം. തീറ്റ വസ്തുക്കൾ കൊണ്ടുവരുന്നതിനും ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനും അനുയോജ്യമായ ഗതാഗത സൗകര്യം ലഭ്യമാക്കണം. വിപണിയുടെ സാമീപ്യം അനിവാര്യമാണ്. പശുക്കൾക്ക് ആവശ്യത്തിന് വൈദ്യസഹായം ലഭിക്കുവാനുള്ള സൗകര്യവും ജോലിക്കാരുടെ ലഭ്യതയും പരിഗണിക്കേണ്ടതുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ തൊഴുത്ത് നിർമ്മിക്കുവാനുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരിക്കണം. ആവശ്യമെങ്കിൽ ഭാവിയിൽ
കൂടുതൽ വികസനത്തിന് അനുയോജ്യമായ പ്രദേശമായിരിക്കണം. കറവ പശുക്കൾക്കും കറവ വറ്റിയവയ്ക്കും പ്രത്യേകം തൊഴുത്തുണ്ടായിരിക്കണം. പ്രസവിക്കാനുള്ള പശുക്കളെ രാത്രിയിലും മറ്റും കാവലിരിക്കുന്നതിനായിട്ട് സൗകര്യപ്രദമായ സ്ഥലത്ത് വിസ്താരമുള്ള മുറികളുള്ള തൊഴുത്ത് ആവശ്യമാണ്. സാധാരണ തൊഴുത്തിൽ നിന്നും കുറേ അകലെയായി അസുഖം പിടിപെടുന്ന പശുക്കൾക്കായിട്ട് പ്രത്യേകം തൊഴുത്തുണ്ടായിരിക്കണം. കൂടാതെ പാല് കറന്ന് അരച്ച് തിട്ടപ്പെടുത്തി വയ്ക്കുന്നതിനും കന്നുകാലികൾക്കുള്ള തീറ്റസാധനങ്ങൾ, മരുന്നുകൾ മുതലായവ സൂക്ഷിക്കുന്നതിനുമുള്ള മുറികൾ തൊഴുത്തിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കണം. പശുക്കളുടെ എണ്ണമനുസരിച്ച് തൊഴുത്ത് പ്ലാൻ ചെയ്യേണ്ടതാണ്. ഓട്ടോമാറ്റിക് രീതിയിൽ കുടിക്കാനുള്ള വെള്ളം ലഭ്യമാക്കുവാൻ ഫ്ലഷ് ടാങ്ക് സംവിധാനം ഒരുക്കാവുന്നതാണ്. തൊഴുത്തിൻ്റെ ഘടകങ്ങൾ തറ, ഭിത്തി, മേൽക്കൂര ഇത്രയുമാണ്. ഇതിൽ തറ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. സിമൻറ്റ്, കോൺക്രീറ്റ് ഇട്ടതും എന്നാൽ തെന്നാത്ത വിധം രൂപരേഖകളുമുള്ള തറയുമാണ് നല്ലത്. തറയ്ക്ക് 30 സെൻറ്റിമീറ്റർ ഉയരം മതിയാകും. 40 സെൻറ്റിമീറ്ററിന് 1 സെൻറ്റിമീറ്റർ എന്ന തോതിൽ തറയ്ക്ക് ചരിവ് നൽകുന്നത് വെള്ളം, മൂത്രം എന്നിവ കെട്ടി നിൽക്കാതെ ഒഴുകി പോകുവാനായിട്ട് നല്ലതാണ്. തറയിൽ സിമൻ്റ് ഇടുമ്പോൾ ലൈനുകളിട്ടും അലുമിനിയം ഗ്രില്ലുകൾ പതിപ്പിച്ചും തറ പരുപരുത്തതാക്കിയാൽ പശുവിൻ്റെ കാല് വഴുതി വീഴാതിരിക്കാനായിട്ട് സഹായിക്കും. തറയിൽ വിള്ളലുകളോ കുഴികളോ ഉണ്ടായാൽ അവയിൽ മലിന വസ്തുക്കൾ അടിഞ്ഞുകൂടി അകിട് വീക്കം പോലുള്ള രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. വഴുകാതിരിക്കാനായിട്ട് റബ്ബർ ഷീറ്റുകളിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി തൊഴുത്തിൻ്റെ ഭിത്തി അതെങ്ങനെയായിരിക്കണം നമുക്ക് നോക്കാം. മേൽക്കൂരയ്ക്ക് താങ്ങായി വർത്തിക്കുന്ന ഭിത്തികൾ ഉരുക്കളെ കാറ്റിൽ നിന്നും രക്ഷിക്കുന്നു. 2 ഇഷ്ടിക വീതിയിൽ 1 മീറ്റർ വരെ ഭിത്തിയിൽ കെട്ടിപ്പൊക്കി അകവശം പ്ലാസ്റ്റർ ചെയ്യേണ്ടതാണ്. മേൽക്കൂരകൾക്കായി ഭിത്തിയിൽ നിന്നും തൂണുകൾ കെട്ടിപ്പൊക്കാം. നല്ല വായുസഞ്ചാരം ലഭിക്കുന്നതിനും ഉള്ളിലെ ചൂട് കുറയ്ക്കുന്നതിനും ഭിത്തികൾക്ക് കുറഞ്ഞത് 3 മീറ്റർ ഉയരം ഉണ്ടായിരിക്കണം. കൂടുതൽ തണുത്ത കാറ്റടിക്കുന്ന സ്ഥലങ്ങളിൽ ജാളി വർക്കുകൾ നടത്താവുന്നതാണ്. ഇനി മേൽക്കൂര എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഓട് കൊണ്ടോ ആസ്ബസ്റ്റോസ് കൊണ്ടോ മേൽക്കൂര നിർമ്മിക്കാം. മേൽക്കൂരയ്ക്ക് 1 മീറ്ററിന് 25 സെൻറ്റിമീറ്റർ എന്ന തോതിൽ ചരിവുണ്ടായിരിക്കണം. മഴ പെയ്യുമ്പോൾ തൊഴുത്തിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് തടയാനായിട്ട് മേൽക്കൂര ഭിത്തിയിൽ നിന്ന് ചുരുങ്ങിയത് 75 സെൻറ്റിമീറ്റർ തള്ളി നിൽക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.